ഇടതുവലത് കുറുവാ സംഘത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് കൊടുങ്ങല്ലൂരിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് കൊടുങ്ങല്ലൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ്. പരാജയ ഭീതി മൂലം കോൺഗ്രസ് താൻ ഉമ്മൻചാണ്ടിയുടെ മരുമകനല്ല എന്ന് വിളിച്ചു പറയുകയാണ്. കുടുംബജീവിതത്തെ പോലും മാനിക്കാത്ത പാർട്ടിയായി കോൺഗ്രസ് അധപതിച്ചു. കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾ മാറ്റം കൊതിക്കുകയാണ് എന്നും മാറ്റത്തിനായി വോട്ട് ലഭിക്കുമെന്നും വർഗീസ് ജോർജ് ജനം ടിവിയോട് പറഞ്ഞു. എൻഡിഎ തൃശ്ശൂരിൽ ഏറ്റവും വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ. ആ കൊടുങ്ങല്ലൂരിൽ കുറി തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്, ത്രികോണ പോരാണ് നടക്കുന്നത്. എന്തായാലും 2020 സ്ഥാനാർത്ഥിയാണ് എൻഡിഎക്ക് വേണ്ടി ഇവിടെ ജനവിധി തേടുന്നത്. ഉമ്മൻചാണ്ടിയുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരുമകനായിട്ടുള്ള ഡോക്ടർ വർഗീസ് ജോർജാണ് ഇവിടെ എൻഡിഎക്ക് വേണ്ടിയിട്ട് കളത്തിലിറങ്ങിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം ഇതിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ സജീവമായിരുന്നു. വലിയ രീതിയിൽ ഈ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വീടുകളിലൊക്കെ സമ്പർക്കമൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. എങ്ങനെയുണ്ട് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്? എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു പിന്തുണ? നല്ല പ്രതീക്ഷയാണ്. ജനങ്ങൾക്കെല്ലാം നല്ല ഉത്സാഹമാണ്. എനിക്ക് നമ്മളൊരു സാധാരണ സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, എൻ്റെ മുഖം ഇവിടെ പരിചിതമാണ്. കാര്യം ഞാൻ ഒരു 2.5 കൊല്ലത്തോളമായിട്ട് ഈ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. വെള്ളത്തിൻ്റെ പ്രശ്നം, ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നം, പാലത്തിൻ്റെ പ്രശ്നം, വീടുകൾ പൊളിഞ്ഞു വീണതിൻ്റെ കാര്യങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഒരു ഭരണരീതി അനുസരിച്ച് LDF ഉം UDF ഉം ഒരുമിച്ചാണ് പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. ഇന്ന് LDF ഭരിക്കുന്നിടത്ത് UDF മിണ്ടാണ്ടിരിക്കും, UDF ഭരിക്കുന്നിടത്ത് LDF മിണ്ടാണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ കോമാളിത്തരന്മാരി എന്തെങ്കിലും നാടകങ്ങൾ കാണിക്കും. ഇത് ജനങ്ങൾ കണ്ടു മടുത്തു. വെള്ളത്തിൻ്റെ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, മാളയിലെ വെള്ളത്തിൻ്റെ പ്രശ്നം ഏതാണ്ട് 9.5 കോടിയാണ് കടം. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം. വെള്ളത്തിൻ്റെ പ്രശ്നത്തിന് മാത്രം 9.5 കോടി രൂപ അവിടെ കടം നിൽക്കുമ്പോൾ, LDF 10 കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ UDF വന്നിട്ട് മൗന സമരം നടത്തുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് കുഴൂരിലെ വെള്ളത്തിൻ്റെ കടമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കുറുവ സംഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നാടകം കളിച്ച് കോമാളിത്തരം കാണിച്ച് ജനങ്ങളെ എന്തുമാത്രം പറ്റിക്കുന്നു എന്നുള്ളത് ഇത് തുറന്നു കാണിച്ചത് NDA ആണ്. 2020 പ്രത്യേകിച്ച് ഇത് ശക്തമായിട്ട് സംസാരിക്കാനുള്ള അർഹതയുണ്ട്. കാരണം ഇത് 1 രൂപ പോലും വെള്ളക്കടമില്ലാതെ നല്ല രീതിയിൽ 24 മണിക്കൂറും വീടുകളിലോട്ട് വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകൾ ഇന്ന് കേരളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ 4 പഞ്ചായത്ത് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. അപ്പോൾ ജനങ്ങൾക്കറിയാം 2020യുടെ ശബ്ദം, ശരിയായിട്ടുള്ള ശബ്ദം, അതിൽ സത്യമുണ്ടെന്നുള്ളത് അറിയാം. അഴിമതി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഉപ്പുവെള്ളം കയറുന്നതിന് ന്യായം പറഞ്ഞുകൊണ്ട് വരുന്ന കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റിനോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും കൊല്ലത്തിന് ശേഷം ടെക്നോളജി ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് റോക്കറ്റ് വരെ വിട്ടു തുടങ്ങി, എന്നിട്ടൊരു ചീപ്പ് ഡാം പണിയാനായിട്ട് ഇത്രയും കാലമായിട്ട് LDF നും UDF നും സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ മാറ്റത്തിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് അവരുടെ ഒരു പ്രതികരണം? അവർക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞൊരു പ്രത്യാശ വന്നു തുടങ്ങിയത്. ഞാൻ പറയട്ടെ, ഇപ്പോഴാണ് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയത് ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭരണത്തിൻ്റെ 5 കൊല്ലത്തിൽ 4.5 കൊല്ലം വരെ പ്രതിപക്ഷം മിണ്ടാണ്ടിരിക്കും. അവസാനത്തെ 6 മാസമാണ് നാടകം കളികൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുരങ്ങൻ ഈ മരത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന മാതിരി നാടകം കളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് എല്ലാ തവണയും ഇത് പ്രതീക്ഷിക്കാതെ തന്നെ NDA 2020 ചേർന്നിട്ട് പ്രതിപക്ഷമായിട്ട് നിന്നുകൊണ്ട് അഴിമതിക്കെതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ജനങ്ങളിലൊരു പ്രതീക്ഷയാണ്. ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭരണത്തിൽ വരുമ്പോൾ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. അവർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലുള്ള പ്രചരണം നടത്തും, ഉമ്മൻചാണ്ടിയുടെ മരുമകനല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താണ് അതിൽ അങ്ങയുടെ ഒരു പ്രതികരണം? ഞാൻ പറയട്ടെ, ഈ പറയുന്നതെല്ലാം തോൽവിയോട് അടുക്കുമ്പോഴുള്ള ഈ പറയുന്ന വെപ്രാളങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, കുടുംബത്തിനെ കുറിച്ചൊരു കുറ്റം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇലക്ഷന് നിൽക്കുന്നത് എൻ്റെ വൈവാഹിക ജീവിതത്തിൻ്റെ പ്രൂഫ് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല, വികസനത്തിനെ കുറിച്ച് സംസാരിക്കുന്നതേ. എൻ്റെ വൈവാഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഭാര്യ പൊതുവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഉമ്മൻചാണ്ടിയുടെ കുടുംബം തുറന്ന പുസ്തകമാണ്. ഞങ്ങൾ ഏതെങ്കിലും ഡൈവോഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ബന്ധുക്കൾ അറിയുന്നതിനേക്കാൾ മുമ്പ് മീഡിയ ആയിരിക്കും അറിയുന്നത്. അപ്പോൾ ഇതെല്ലാം വെറുതെ കരുതേച്ച് കാണിക്കാനായിട്ട് അവർക്കൊരു പേടി. ഉമ്മൻചാണ്ടിയുടെ പേരിൽ 2020 ഡോക്ടർ വർഗീസിന് വോട്ട് കിട്ടുമോ എന്നുള്ളൊരു പേടി. ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പേര് എൻ്റെ കൂടെ ചേർത്ത് വായിക്കുന്നൊരു പേരാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് എൻ്റെ ഇതുവരെയുള്ള പെരുമാറ്റത്തിൽ നിന്നും ഇതുവരെയുള്ള എൻ്റെ പ്രവർത്തനത്തിൽ നിന്നും അവർക്ക് ഈ പേരിനോട് കൂടുതൽ താരതമ്യപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടാണ്. എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എൻ്റെ ആദർശത്തിൽ തെറ്റുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ വാദപ്രതിവാദത്തിന് തയ്യാറാണ്. LDF കാരനും UDF കാരനും വരട്ടെ. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ മകളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലേ എന്ന് വെച്ചിട്ട് പിണറായി വിജയൻ്റെ ഭരണത്തിനെ കുറിച്ച് കുറ്റം പറയുന്നതിൻ്റെ പകരം പിണറായി വിജയൻ്റെ വരുമാനത്തെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുഗ്രഹം താൻ ഇവിടെ മത്സരിക്കുമ്പോഴത്തേനും ഉണ്ടാകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു?
ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവും. ഞാൻ പറയുന്നത് എൻ്റെ കൂടെ മാത്രമല്ല, നല്ലത് ചെയ്യുന്ന ഏത് മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവും. കാര്യം നല്ലത് ചെയ്ത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ച ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. ഞാൻ പറയുന്ന ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് ധ്യാനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. അപ്പോൾ ബന്ധുത്വമുള്ള എനിക്ക് അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് എപ്പോഴും ഉണ്ടാകും. അപ്പയുടെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അനുഗ്രഹത്തിൻ്റെ പേരിലല്ല വോട്ട് ചോദിക്കുന്നത്. എൻ്റെ പ്രവർത്തനം, എൻ്റെ ആദർശം, എൻ്റെ കാഴ്ചപ്പാട് അത് ശരിയാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഒരു വോട്ട് ചോദിക്കും. തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂരിൽ വലിയ വിജയപ്രതീക്ഷയിലാണ്. ഉമ്മൻചാണ്ടിയുടെ അടക്കമുള്ള അനുഗ്രഹവും ഉണ്ടാകും. അതേപോലെ തന്നെ ഈ കുറുവാ സംഘത്തിനെതിരെയാണ് വോട്ട് ചോദിക്കുന്നത്. രണ്ട് കൂട്ടരും ഒന്നാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ LDFും UDFും ഒന്നാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് NDയുടെ ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുകൃഷിക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.